വിശ്വാസ ജീവിതത്തിൽ കള്ളത്തരം കാണിക്കാത്തത് മൂലം അവസരമുണ്ടായിട്ട് പോലും ജീവൻ സംരക്ഷിക്കാതെ രക്തസാക്ഷിത്വം വഹിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യഹോവയിൽ ഉള്ള വിശ്വാസം മൂലം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ജീവൻ വെടിയുന്നതാണ് നല്ലതെന്ന് തോന്നിയ അദ്ദേഹം തന്റെ ജീവൻ ബലി കഴിച്ചു. ഏലിയാസർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. മക്കബാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 18-ാം വാക്യം മുതലാണ് നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നത്. അന്ത്യോക്കസ് എപ്പിഫാനസിന്റെ സമയത്ത് ജീവിച്ചിരുന്ന നിയമങ്ങളെല്ലാം പാലിക്കുന്ന ഒരു യഹൂദനായിരുന്നു അദ്ദേഹം. രാജാവ് വിശുദ്ധ സ്ഥലങ്ങളെ മലിനമാക്കുകയും അന്യദേവന്മാർക്ക് ബലിയർപ്പിക്കുകയും ആ മാംസം ഭക്ഷിക്കുന്നതിന് യഹൂദരെ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. ഏലിയാസർ എന്ന വൃദ്ധനായ യഹൂദനും പന്നിമാംസം കഴിക്കാൻ നിർബന്ധിക്കപ്പെട്ടു. അല്ലാത്ത പക്ഷം മരണം തിരഞ്ഞെടുക്കണം. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ രക്ഷിക്കാനായി ബലിയർപ്പിക്കപ്പെട്ട മാംസമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അനുവദനീയമായ മാംസം ഭക്ഷിക്കാൻ കൊടുത്തു. അദ്ദേഹത്തെ സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി എൻ്റെ ഈ അഭിനയം മൂലം ഞാൻ തൽക്കാലത്തേക്ക് മനുഷ്യശിക്ഷയിൽ നിന്ന് ഒഴിവാകുമെങ്കിലും സർവശക്തന്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ കഴിയുകയില്ല. അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായി നടിച്ചവർ തന്നെ അദ്ദേഹത്തെ കൊല്ലുന്നതിന് മുൻകൈയെടുത്തു അദ്ദേഹത്തെ കൊന്നു. എന്താണ് ഈ ബൈബിൾ കഥാപാത്രം നമ്മളെ പഠിപ്പിക്കുന്നത്? ജീവിതത്തിൽ ചില സമയത്ത് നമ്മുടെ വ്യക്തിത്വത്തെയും വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായേക്കാം. അപ്പോഴെല്ലാം നിസ്സാരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും സൗകര്യങ്ങൾക്ക് വേണ്ടിയും അവയെ ബലി കഴിക്കാൻ ശ്രമിക്കരുത്. അത് വ്യക്തി എന്ന നിലയിലും വിശ്വാസി എന്ന നിലയിലും നമ്മുടെ പരാജയമായിരിക്കും എന്നത് തന്നെ.